കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധവുമായി UDF കൗൺസിലർമാർ. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് കാരണം കക്ഷി രാഷ്ട്രീയ സ്വാധീനമാണെന്ന് മേയറിന്റെ മറുപടി. ജിജീഷ് കർണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ കൊച്ചി വെള്ളക്കെട്ടിലാവുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്ന സാഹചര്യം ഇത്തവണ അത് അല്പം കൂടുതലായിരുന്നു. എന്തായാലും പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. എന്നാൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പെന്നുള്ള ആരോപണം മേയറുടെ ഭാഗത്തുനിന്ന്. കൊച്ചി കോർപ്പറേഷനിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്തത് കൊച്ചി കോർപ്പറേഷന്റെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു. കാരണം മഴ കനക്കുന്നതിന് മുമ്പായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരം പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കൊച്ചി നഗരസഭയുടെ ഭാഗത്തു നിന്നോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ ഒരു ആവശ്യം ഉയർത്തി. വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാത്ത മേയർക്കെതിരെയും ഒപ്പം തന്നെ LDF നേതൃത്വത്തിലുള്ള കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിനെതിരെയുമായിരുന്നു UDF നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹളം വെച്ചത്. ഇതിനിടയിലാണ് മേയർ ചില മറുപടികൾ, അതായത് കൗൺസിലർമാരുടെ വീഴ്ചയുണ്ട്, അത് UDF കൗൺസിലർമാരുടെ വീഴ്ചയും ഇത്തരത്തിൽ കനാൽ നവീകരണത്തിലും ശുചീകരണത്തിലും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കൂടിയാണ് വെള്ളക്കെട്ട് എന്ന് മേയർ പറഞ്ഞു. തുടർന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്കും ബഹളത്തിലേക്കും എല്ലാം കൗൺസിൽ യോഗം മാറുകയായിരുന്നു. ഇതിനിടെ പ്രതീകാത്മകമായി തോണിയുടെ രൂപം അടക്കം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. ശേഷം മേയർ ബഹളം കൂടുതൽ കനത്തതോടെ മേയർ തന്റെ റൂമിലേക്ക് പോയി. പിന്നീട് ക്യാബിനിലേക്ക് പോയതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളവുമായി പുറത്തേക്ക് ഇറങ്ങുകയും അങ്ങനെ പ്രശ്നം അല്ലെങ്കിൽ പ്രതിപക്ഷ സമരം അവിടെ അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട മേയർ വ്യക്തമാക്കിയത് ഇവിടെ കൊച്ചി കോർപ്പറേഷന്റെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടില്ല, മേഘവിസ്ഫോടനമായിരുന്നു ഉണ്ടായിരുന്നത്, അത് കാലവർഷത്തിന്റെ ഭാഗമായി ഉണ്ടായ മഴയല്ല, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ച കൊണ്ട് സംഭവിച്ചതല്ല. മുമ്പും ഇത്തരത്തിൽ വലിയ മഴയുണ്ടാവുകയും കൊച്ചി നഗരം വെള്ളക്കെട്ടിലാവുന്ന സാഹചര്യം ഉണ്ടായി. മേഘ വിസ്ഫോടനത്തിന് സമാനമായ സാഹചര്യങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ പറഞ്ഞത്. എന്നാൽ മേയർ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുകയാണ് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കും. മേയർക്ക് ഇതിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിലും ഇതിൽ പങ്കാളിത്തമുണ്ട്. പ്രത്യേകിച്ച് വലിയ തോടുകളും കാനകളും കനാലുകളും ഒന്നും തന്നെ നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിലേക്കും വലിയ തോതിലുള്ള ബഹളത്തിലേക്കും എല്ലാം തന്നെയാണ് കൗൺസിൽ യോഗം കലാശിച്ചത്. ശരി, ജിജീഷ് കർണാകരനാണ് വിവരങ്ങൾ നൽകിയത്.